നമസ്കാരം, നാട്ടകത്തിലേക്ക് സ്വാഗതം. പാണത്തൂർ സുള്ളിയ റോഡിൽ പരിയാരം ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞു. വിവാഹ സംഘം സഞ്ചരിച്ച ബസ് വീടിന് മുകളിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ 34 പേരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും 11 ആളുകളെ മംഗളൂരുവിലെ വിവിധ ആശുപത്രികളിലേക്കും മാറ്റി. പാണത്തൂർ പരിയാരത്ത് ഇന്ന് ഉച്ചയ്ക്കാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത്. അപകടത്തിൽ ഇതുവരെ 7 പേരാണ് മരിച്ചത്. സുള്ളിയ സ്വദേശി രവിചന്ദ്രൻ, ഭാര്യ ജയലക്ഷ്മി, പുത്തൂർ സ്വദേശി സുമിത, വൾനാട് സ്വദേശി രാജേഷ്, അർദ്ധമൂലയിലെ നാരായണന്റെ മകൻ ശ്രേയസ്, ബണ്ട്വാളിലെ ശശിധരൻ, പുത്തൂരിലെ രാജേഷിന്റെ മകൻ ആദർശ് എന്നിവരാണ് മരിച്ചത്. ഇതിൽ ശശിധരൻ മംഗളൂരിൽ വെച്ചാണ് മരിച്ചത്. 5 പേർ പൂടങ്കൽ ആശുപത്രിയിലും ആദർശ് ജില്ലാ ആശുപത്രിയിലും ശശിയെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. അപകടത്തിൽ 44 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 33 പേർ ജില്ലാ ആശുപത്രിയിലും 11 പേരെ വിദഗ്ധ ചികിത്സക്കായി മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിലേക്കും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. പരിക്കേറ്റ 11 പേരുടെ നില ഗുരുതരമാണ്. കർണാടക സുള്ളിത്തിൽ നിന്നും പാണത്തൂർ കരിക്കേച്ചെത്തുകയത്തേക്ക് വിവാഹത്തിനായി വന്ന വധുവിന്റെ വീട്ടുകാർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് പരിയാരം ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് പാതയോരത്തെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും മരത്തിലും ഇടിച്ച ശേഷം തൊട്ടടുത്തെ ആൾതാമസമില്ലാത്ത വീടിൽ ഇടിച്ചാണ് നിന്നത്. ബസ് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കാഞ്ഞങ്ങാട് സബ് കളക്ടർ മേഘശ്രീയെ ചുമതലപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത്ത് ബാബു അറിയിച്ചു. ബസ്സിൽ 65ഓളം പേർ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. തലശ്ശേരിയിൽ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലോക സിനിമകൾ ഉൾപ്പെടെ 88 സിനിമകൾ പ്രദർശിപ്പിക്കുമെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നിർവാഹക സമിതി അംഗം പ്രദീപ് ചോക്ലി. മലയാളം വിഭാഗത്തിൽ 12 സിനിമകളും നവാഗത സംവിധായകരുടെ 6 സിനിമകൾ മത്സര വിഭാഗത്തിലും പ്രദർശിപ്പിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ വർഷവും തലസ്ഥാന നഗരിയിൽ വെച്ച് 10 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന വലിയ ആഘോഷങ്ങളായി നടത്തുന്ന ചലച്ചിത്രമേള ഇത്തവണ 4 മേഖലകളിലായി 5 ദിവസങ്ങൾ മാത്രം നീളുന്ന പരിപാടിയായിരിക്കും. കോവിഡ് കാരണമാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മേള നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് മേള തലശ്ശേരിയിലും എത്തിയത്. ഫെബ്രുവരി 23 മുതൽ 27 വരെയായിരിക്കും മേള നടക്കുക. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലുള്ളവർക്ക് മേള കാണാനുള്ള ഭാഗ്യം ഇതിലൂടെ ലഭിക്കും. മലയാളം വിഭാഗത്തിൽ 12 സിനിമകളും മത്സര വിഭാഗത്തിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചുരുളിയും ജയരാജന്റെ ഹാസ്യവും ഉണ്ടാകുമെന്ന് പ്രദീപ് ചോക്ലി പറഞ്ഞു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും മേള നടക്കുക. ജനുവരി 18-ന് സ്വാഗത സംഘം രൂപീകരിക്കും. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആണ് ഉണ്ടായിരിക്കുകയെന്നും പ്രദീപ് ചോക്ലി തലശ്ശേരിയിൽ പറഞ്ഞു. IFFK പോലുള്ളൊരു മേള തലശ്ശേരിയിൽ വരുന്നത് വളരെ അത്ഭുതകരമാണ്. കാരണം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഈ മേള നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത്. സ്ഥിരം വേദി തിരുവനന്തപുരത്താണ് ഈ മേള നടക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് തിരുവനന്തപുരത്തിൽ ഈ മേള, നമ്മളെ എല്ലാവരും പറയാണ്ട് ശബരിമലക്ക് പോകുന്നത് പോലത്തെയാണ് മേള കാണാൻ വേണ്ടിയിട്ട് ആ സീസണിൽ ആൾക്കാർ തിരുവനന്തപുരത്ത് വന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ പല സിനിമാക്കാർ ഒന്നിക്കുകയും ഞങ്ങൾ സൗഹൃദങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നൊരു വേദിയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് സാധിച്ചില്ല. ഏതായാലും തലശ്ശേരി പോലുള്ള ഒരു നഗരത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് സ്റ്റേറ്റ് അവാർഡ് വളരെ ഗംഭീരമായിട്ട് നമ്മുടെ തലശ്ശേരി ആഘോഷിക്കുകയും വളരെ നല്ല രീതിയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേളയും തലശ്ശേരിക്കാർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളരെ നല്ല വലിയ മേളയാക്കി മാറ്റുമെന്ന പ്രതീക്ഷയുണ്ട്. ഏതായാലും സ്വാതന്ത്ര്യത്തിന് ശേഷം വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. സിനിമാ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് വടക്കേ മലബാറിലെ സിനിമാ പ്രേമികൾക്ക് ഇത് വലിയൊരു അവസരമായി കാണുകയാണ്. ഇത്തവണത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വേദിയാകുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, തലശ്ശേരി എന്നിങ്ങനെ 4 മേഖലകളാണ്. മാത്രമല്ല, ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത്തവണ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കെട്ടിട സമുച്ചയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കിഫ്ബി പ്രവർത്തികളുടെ അവലോകന യോഗം നടന്നു. ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. കോവിഡ് വരുത്തിവെച്ച പ്രതിസന്ധിയിൽ മാസങ്ങളോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്ന് കരാറുകാർ വിശദീകരിച്ചു. 30 വർഷത്തെ വികസന സാധ്യത മുന്നിൽ കണ്ട് ഹൈറ്റ്സ് ഏജൻസി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്നാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതിയായത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെയാണ് നിർത്തിവെച്ചിരുന്ന നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചത്. കാലപ്പഴക്കത്താൽ ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തികളും കെട്ടിടത്തിന്റെ പൈലിംഗ് പ്രവൃത്തികളും പൂർത്തീകരിച്ച് അടുത്ത ഘട്ടത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ആശുപത്രി ജീവനക്കാരും രോഗികളും കൂട്ടിരിപ്പുകാരും നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നും അതിനാൽ കാലാവധി നീട്ടി നൽകാനാവില്ല എന്ന നിലപാടാണ് ആരോഗ്യ വകുപ്പിന് വേണ്ടി PA യോഗത്തിൽ അറിയിച്ചത്. നഷ്ടപ്പെട്ട തൊഴിൽ ദിനങ്ങൾ മറ്റു മാർഗങ്ങളിലൂടെ പരിഹരിച്ച് ആഗസ്റ്റിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നും യോഗം കരാറുകാരനോട് ആവശ്യപ്പെട്ടു. വിവിധ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന നിലവിലുള്ള കെട്ടിടങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുള്ള ആശുപത്രി സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. അത്യാഹിത വിഭാഗം, വാർഡുകൾ, ക്യാന്റീൻ, ICU തുടങ്ങിയ സംവിധാനങ്ങളോടെയുള്ള 7 നില കെട്ടിടമാണ് ഇതിൽ ഉൾപ്പെടുന്നത്.
56.31 കോടി രൂപ ചെലവിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് ഇവിടെ നടന്നുവരുന്നത്. കെട്ടിടത്തിന് പുറമെ അത്യാധുനിക ഉപകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്നതുൾപ്പെടെ 103 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത്. യോഗത്തിൽ ആരോഗ്യവകുപ്പിനെ പ്രതിനിധീകരിച്ച് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ്, സി കൃഷ്ണൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, കരാർ ഏജൻസിയായ ക്രസന്റ് കൺസൾട്ടൻസി, ആശുപത്രി അധികൃതർ എന്നിവർ പങ്കെടുത്തു. നവമീഡിയ, പയ്യന്നൂർ. കണ്ണൂർ നടുവിൽ ഒടുവള്ളിത്തട്ടിലെ ചെങ്ങറ കോളനി നിവാസികളെ ജീവിക്കാൻ അനുവദിക്കാത്ത CPM അക്രമത്തിനെതിരെ കോളനി നിവാസികൾ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചു. ആക്രമണം തുടർ സംഭവമായ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സമരത്തിനിറങ്ങിയത് എന്ന് കോളനി നിവാസികൾ പറഞ്ഞു. കോളനിയിലെ മനുഷ്യാവകാശ ലംഘനം അവസാനിപ്പിക്കുക, കോളനി പരിസരത്ത് മുഴുവൻ സമയം പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തുക, ഗുണ്ടാപ്രവർത്തനം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒടുവള്ളിത്തട്ടിലെ ചെങ്ങറ കോളനി നിവാസികൾ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുന്നത്. CPM പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയാണ് പ്രവർത്തകർ ആക്രമണം നടത്തുന്നതെന്ന് ഇവർ പറയുന്നു. കണ്ണൂർ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും വ്യാജവാറ്റിനെതിരെ പരാതി കൊടുത്ത വിരോധത്തിലാണ് വീണ്ടും ആക്രമണം നടത്തുന്നതെന്ന് ഇവർ പറയുന്നു. കോളനി നിവാസികൾ ഒരാളുടെ ഓട്ടോ തകർത്തു. പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവരെ യാതൊരു കാരണവുമില്ലാതെ ആക്രമിക്കുകയാണ്. കോളനിയിലെ 2 കുടുംബങ്ങളുടെ സഹായത്തോടെയാണ് ആക്രമണം. വ്യാജവാറ്റുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിനെ തുടർന്ന് എക്സൈസ് റെയ്ഡ് അടക്കം നടന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കോളനിയിലേക്ക് മടങ്ങിച്ചെന്നാൽ കൊലപ്പെടുത്തുമെന്നാണ് ഭീഷണി. സർക്കാർ അനുവദിച്ച സ്ഥലത്താണ് 10ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത്. പത്തനംതിട്ടയിലെ ചെങ്ങറയിൽ 8 വർഷത്തോളം ഭൂസമരത്തിൽ പങ്കെടുത്ത് സർക്കാർ അനുവദിച്ച സ്ഥലത്താണ് 10ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത്. നീതി കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ ഈ 8 കുടുംബങ്ങളും കളക്ടറേറ്റിന് മുന്നിൽ ആത്മഹത്യ ചെയ്യും. അത് സത്യം സത്യം സത്യം. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ കവായി വാർഡ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനശ്രീ കുടുംബ സംഗമവും മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കൌൺസിലർമാർക്ക് സ്വീകരണവും നൽകി. KK ഫൽഗുണൻ, നസീമ ടീച്ചർ, ഹസീന കാട്ടൂർ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. കവായി ഗാന്ധിനഗർ കോളനിയിൽ വെച്ച് നടന്ന പരിപാടി ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി M പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. K കൗസല്യ അധ്യക്ഷത വഹിച്ചു. അശോകൻ കുറുന്തിൽ, സുനിൽ വെള്ളൂർ, ആകാശ് ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ വീടുകളിലും നേന്ത്രവാഴ കൃഷി ചെയ്യാൻ കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നു. കൃഷിഭവന്റെ നേതൃത്വത്തിൽ ജനകീയാസൂത്രണം സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എല്ലാ വീടുകളിലും നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള നേന്ത്രവാഴ കന്നുകളുടെ പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം മരത്തക്കാട് ന്യൂ ബ്രദേഴ്സ് ക്ലബ് പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ, K രമേശൻ, K മനുരാജ് എന്നിവർ സംസാരിച്ചു.